എന്താ കണ്ടോ, നല്ല ഫ്രഷ് മത്തി കിട്ടി കഴിഞ്ഞിറങ്ങി. ഒരു മുട്ടൻ പണിയുണ്ട്. അപ്പം നല്ല ഫ്രഷ് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രഷ് മത്തി ആയതുകൊണ്ട് കുഴപ്പമില്ല, കാണിക്കാൻ കേട്ടോ. നല്ല അടിപൊളി മത്തിയാണ്, ഫ്രഷ് മത്തി. മാർക്കറ്റിൽ പോയപ്പോൾ അവർ വാങ്ങിയിട്ട് വന്ന് രാത്രി സമയം 11 മണി കഴിഞ്ഞു. കയ്യോടെ വെട്ടി കറി വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രീസർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മത്തി വെട്ടി തേച്ച് കഴിയാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പിന്നെ നമ്മൾ വെട്ടുമ്പോഴേക്കും അതൊക്കെ അലുത്തൊക്കെ പോകും. ഇത്രയും നന്നായിട്ട് കിട്ടില്ല മനസ്സിലാക്കാം. എന്താ കണ്ടോ, നല്ല ഫ്രഷ് മത്തി കിട്ടിയിരിക്കുന്നു. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോൾ വെട്ടിക്കഴിയും. ഭയങ്കര ഇഷ്ടമാണ് മത്തി, അതുകൊണ്ട് വാങ്ങിയിട്ട് വന്നു. അല്ലായിരുന്നു ഈ രാത്രി മത്തിയും കൊണ്ട് വരുമ്പോൾ ഞാൻ ഓടിച്ചേനെ. അവരെത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു അല്ലേ. പിന്നെ ഇത് വെട്ടി തേച്ച് കഴിയണം. കുറച്ചിപ്പോൾ കയ്യോടെ തന്നെ കറി വെക്കണം. ബാക്കിയെല്ലാം വറക്കാനായിട്ട് ഫ്രീസറിൽ വെക്കാം, മസാലയൊക്കെ പറ്റിയിട്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ എപ്പോഴാണ് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാട്ടോ. നല്ല പച്ച മത്തി, നല്ല ഫ്രഷ് മത്തി. ഇപ്പോഴും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരൊക്കെ പോകുന്ന ഡ്യൂട്ടിയും ബിസിനസ്സും ഒക്കെ ആയിട്ടായിരിക്കും. ഈ ഷാർജയ്ക്ക് പോകുന്ന ആ ഒരു തിരക്കാണ് റോട്ടിൽ കേട്ടോ. വിൻഡോ തുറന്നു ഇട്ടിരിക്കുക, അല്ലെങ്കിൽ മീൻ്റെയൊക്കെ മണവും ഒക്കെ ചെയ്യുമ്പോൾ ആ വിൻഡോ തുറന്ന് കിടക്കുന്നതുകൊണ്ടാണ് സൗണ്ട്. കഴിഞ്ഞ ദിവസം ഓർത്തതേ ഉള്ളൂ മീൻ മേടിക്കണം. കുറേ ആയി മീൻ മേടിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്നങ്ങാണ്ട് ഞാൻ ഓർത്തതേ ഉള്ളൂ. മീൻ ചട്ടി ഒന്ന് പുറത്തിറക്കിയിട്ട് കുറച്ച് ദിവസം ആവില്ല, അപ്പോഴേക്കും തമ്മിൽ കിട്ടി. എന്തായാലും കിടക്കുമ്പോൾ ലേറ്റ് ആകും. എന്നാൽ അപ്പോൾ ഇതും വെട്ടിത്തേച്ചൊഴി കറി വെച്ചിട്ട് കുളിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ അതല്ലാതെ ഇത് ഫ്രീസറിൽ വെച്ച് ഇത്രയും നല്ല ഫ്രഷ് മീനല്ലേ, വെട്ടിത്തേച്ച് കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് തേച്ച് കഴിയുമ്പോഴേക്കും മുറിഞ്ഞൊക്കെ പോകും. ഒരു കുഴപ്പമില്ല. ഞാൻ പൊതുവെ ഇവിടെ മീൻ മേടിച്ചാൽ തന്നെ അധികം മേടിക്കുക ഒന്നെങ്കിൽ മത്തി, അല്ലെങ്കിൽ പൊന്നി വരുമ്പോൾ അവൾക്ക് ഇതില്ല, എന്താണ് ചൂര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചൂരക്കാൻ്റെ ചൂരക്കറി വേണമെന്ന് പറയുമ്പോൾ മാത്രം ചൂര മേടിച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ പൊതുവെ മത്തി അല്ലെങ്കിൽ അയല മേടിക്കാറില്ല. ഇതങ്ങനെ മീൻ വെട്ടിത്തേച്ച് വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ളത് വെട്ടിത്തേച്ച് കഴുകി കട്ട് ചെയ്ത് വെച്ച് വറുക്കാനുള്ളത് പാത്രത്തിനകത്താക്കി വെച്ചിട്ടുണ്ട്. കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കാനുള്ള ചട്ടിയും തേച്ച് കഴുകി വെച്ച്. കാരണം അപ്പോൾ ഇനിയിപ്പം സാധനങ്ങളൊക്കെ കട്ട് ചെയ്യണം, കറി വെക്കണം. അപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ കിടന്നു, കാരണം രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടവരാണ്. അവരൊക്കെ നേരത്തെ കിടന്നു, ഞാനും ഈ സമയത്ത് കിടക്കാറിലാണ്. ഒരു തക്കാളി, കുറച്ച് തക്കാളി മീൻകറി ചേർത്താൽ മീൻകറിയുടെ ചാറിന് കുറച്ച് കുഴപ്പമില്ല. കൊച്ചുള്ളി ചെറുള്ളി ഇരിപ്പുണ്ട്, പക്ഷേ സമയമെടുക്കും അത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു സവോളയുടെ ഒരു പകുതി ചേർത്താൽ മതിയല്ലോ. മിക്കവരും ഒക്കെ തന്നെ ഇങ്ങനെയാണ്, സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയത്ത് ഉറങ്ങുക എന്ന് പറയണമൊന്നും നാട് വിട്ട ആർക്കും തന്നെ കാണില്ല. ഇഞ്ചി, നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈജിപ്ഷ്യൻ ഇഞ്ചിയാണെങ്കിൽ പെട്ടെന്ന് ചിരണ്ടി അതിൻ്റെ തൊലി പോകും. ഞാൻ മാക്സിമം നാടൻ ഇഞ്ചി മേടിക്കാറില്ല. കാരണം വിലയിൽ നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസക്കുറവ് ഉണ്ടെങ്കിലും തൂക്കിയൊക്കെ എടുക്കുമ്പോൾ അതിന് വെയിറ്റ് കൂടുതലുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല വിലയെ സംബന്ധിച്ച്. പിന്നെ ഗുണമാണല്ലോ, നമ്മുടെ ഇഞ്ചി ആകുമ്പോൾ കുറച്ചും കൂടെ ഗുണമുണ്ട്. ചട്ടി ചൂടാകാൻ സമയമെടുക്കും.
മൺചട്ടി അടുപ്പിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നെന്ന് പൊതുവെ എല്ലാവരും പറയാറില്ലേ? മീൻകറി വെക്കണ ഈ സ്റ്റൗവിലൊക്കെ വെക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ? വലിയ ഫ്ലെയിമിൽ ചട്ടി വെക്കുമ്പോഴാണ്, മീൻസ് തീ കൂട്ടിയിട്ടിട്ട് ചട്ടി ആദ്യമേ വെക്കുമ്പോൾ തീ കൂട്ടി വെക്കുന്നതുകൊണ്ടാണ് ചട്ടി പൊട്ടിപ്പോകുന്നത്. അതിന് സ്റ്റൗ ഇതാ കാണിച്ചു തരാം. ഈ ഇത്രയും ഫയർ വെക്കാതെ ഇതാ കുറച്ച് സിമ്മിൽ വിട്ടിട്ട് ചട്ടി വെച്ച് ഒന്ന് പതിയെ ചൂടാകാനുള്ള ഒരു സമയം കൊടുക്കുക. പതിയെ ചൂടായി വരാനുള്ള ഒരു സമയം കൊടുത്താൽ ചട്ടി വിണ്ടു പോകത്തില്ല. പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം ചട്ടിയുടെ മൂട് വിണ്ടു പോകുന്നതാണ്. ഇങ്ങനെയൊന്ന് ശ്രമിച്ച് നോക്ക് ഗ്യാസിൽ വെക്കുമ്പോൾ. കാരണം പെട്ടെന്ന് അത്രയും ചൂടടിക്കുമ്പോഴാണ് ഈ ചട്ടി വിണ്ടു പോകണം, പൊട്ടിപ്പോകുന്നത്. ചെറിയ തീയിൽ വെച്ച് പതിയെ ചട്ടി ചൂടായിട്ട് പിന്നെ കുറേശ്ശെയായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചട്ടി അധികം പൊട്ടിപ്പോകില്ല. ഞാനങ്ങനെയാണ് ഒരുപാട് നാൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. ചട്ടി പതിയെ ചൂടായി വരുന്നുണ്ട്. പതിയെ ചൂടായി വരുന്നത് എൻ്റെ വലിയ പ്രതീക്ഷയുണ്ട്. ലാസ്റ്റ് പതിയെ ചൂടായി വരുന്നുണ്ട്. ചട്ടായി ചൂടായി വരുന്ന നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ചട്ടിയുടെ മൂട് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി പൊട്ടിപ്പോകുന്നവർക്ക് പേടിക്കാനില്ല. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട പിടിക്കുക. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയുള്ളൊരു പാത്രത്തിലെടുത്തിട്ട് ഇതാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് കട്ടയായ വെളിച്ചെണ്ണ അത് സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചെറിയ കന്നാസിനകത്തുനിന്നൊക്കെ എടുക്കാൻ പാടില്ല. ഓരോ പ്രാവശ്യം ചിലർ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്, ഓരോ പ്രാവശ്യം ഓവനകത്ത് വെച്ച് ചൂടാക്കി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചൂടാക്കുന്നതും നല്ലതാണെന്ന് തോന്നുന്നില്ല. ഞാനിതാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് കുവൈറ്റിലായിരുന്നപ്പോഴേ ആദ്യമായിട്ട് കുവൈറ്റിൽ വെച്ച് ഇതുപോലെ മത്തി മേടിച്ചു. അവിടെ കിട്ടുന്ന കുവൈറ്റിൽ കിട്ടുന്ന മത്തിക്ക് എനിക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പലരുടെ അടുത്തും ചോദിച്ച ആൾക്കറിയത്തില്ല. അവിടെ കിട്ടുന്ന മത്തിക്ക് മത്തി വറക്കുമ്പോഴൊക്കെ കുറച്ച് നാരങ്ങനീര് ചേർത്തില്ലെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി കറിയൊക്കെ വെക്കുമ്പോൾ കറിക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കറി വെക്കുമ്പോഴേക്കും കറക്റ്റ് ഒരു പാകത്തിന് വരും. പക്ഷേ ഇത് ഞാൻ അവിടെ ചെന്നപ്പം മുതൽ എല്ലാവരും ഒരു പ്രാവശ്യം ആദ്യമായിട്ട് മീൻ മേടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മീൻ മേടിച്ചെടുക്കുന്ന അവരും പറഞ്ഞു ഉപ്പുള്ള മത്തി ആട്ടോ എന്ന് പറഞ്ഞു. ഉപ്പുള്ള മത്തി, നമുക്ക് ഉപ്പുള്ള മത്തി നമ്മൾ ഉണക്കമീൻ ഉപ്പറിയും, അല്ലാണ്ട് പച്ചമീനിന് ഉപ്പ് രസമുള്ളത് ആരോടെങ്കിലും പറഞ്ഞ് വിശ്വസിക്കും. ആരും പറഞ്ഞാൽ വിശ്വസിക്കും. പച്ചമീൻ അങ്ങനെ ഉപ്പ് രസം വരിക. അപ്പോൾ കറി വെക്കാനായിട്ട് തുടങ്ങിയിട്ട് വറക്കാനായിട്ട് ആദ്യമായിട്ട് വറുത്തപ്പം എന്നോട് അവിടെ ഉണ്ടായിരുന്നൊരു പുള്ളിക്കാരത്തി പറഞ്ഞു മീൻ ഉപ്പിടരുത്, ഉപ്പ് രസമുള്ള മീനാന്ന് പറഞ്ഞു. ഉപ്പിടരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ഞാൻ അറിയാതെ ഉപ്പിട്ട്, ഒരല്പം ഉപ്പിട്ട് വറുത്ത് കഴിഞ്ഞപ്പം മസാലയ്ക്കുള്ള ഉപ്പെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് ഉപ്പ്. വറുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കാരണം തൊടാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര ഉപ്പ് രസം. ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് കുവൈറ്റിൽ കിട്ടുന്ന ആ ഒരു പച്ച മത്തിക്ക് ഉപ്പ് രസം എന്താണ്. അറിയാവുന്നവരുണ്ടെന്ന് പറയണം കേട്ടോ. നമ്മൾ സാധാരണ മീൻ ഉപ്പെന്ന് പറയുന്ന ഉണക്കമീനല്ല ഉപ്പിനെ കുറിച്ച് പരിചയം. പക്ഷെ ഇവിടെ ദുബായിൽ കിട്ടുന്ന മീനിന് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. മത്തിക്ക് മാത്രമേ ഉള്ളൂ, വേറൊരു മീനല്ല. കുവൈറ്റിൽ കിട്ടുന്ന മത്തിക്ക് മാത്രം. ഇവിടെ അങ്ങനെ ഒരു വിഷയം ഇല്ല. ഈ തക്കാളി മൊത്തം ഇട്ടാൽ മീൻകറി മാറി, മത്തിക്കറി മാറി തക്കാളിക്കറി ആയിരിക്കും. അതുകൊണ്ട് ഇത് നല്ല പഴുത്ത തക്കാളിയായിട്ടും വെച്ചിരുന്ന കേടായി പോകത്തുള്ളൂ. വെറുതെ വെച്ചിരുന്ന് ആ പാത്രം എടുത്താവും, കേടുവാവും, അടുത്തതാണ്. നമുക്കിവിടെ സ്ഥലമില്ലാണ്, ഫ്ലാറ്റിനകത്തൊക്കെ അല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ അരി എടുത്ത് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഉണ്ടാകും.
തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ മല്ലി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്, കുറച്ച് മല്ലിപ്പൊടി, കൈ ഒഴിവില്ലാത്ത കാരണം ഇതിങ്ങനെ തന്നെ ഇടുവാണ്. വറുത്ത് പൊടിച്ച് വെച്ചതാട്ടോ. കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള എരിവിനുള്ള. ഇത് കാശ്മീരിയും നമ്മുടെ സാധാ മുളക് പൊടി, എരിവുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കും. കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ട് ഉലുവ പൊടിച്ച് ഇതിലേക്ക് പുളി ചേർക്കണം. വറുക്കാനുള്ള മീനുള്ള മസാല പരത്തി വെച്ചത്. മസാല പരത്തി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആവശ്യമുള്ളപ്പോൾ വറക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെച്ച് വേണം. മല്ലിപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ട് നല്ലൊരു മണം. മീൻ വറുക്കുന്നത് വരട്ടി സെറ്റ്. മീൻകറിയുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ ഇട്ടേക്കാം. ലാസ്റ്റ് ഇടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് പോവാം. കറി തിളച്ചു കേട്ടോ. അപ്പോൾ ഇതാ മീൻകറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഒന്ന് മൂടി വെച്ചേക്കാം. ഫുള്ള് മൂടുന്നില്ല, പകുതി മൂടി വെച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക. കറി ഇരുന്ന് വേഗത്തപ്പോഴേക്കൊന്ന് കുളിച്ചിട്ട് വരണം. മീനൊക്കെ ഇട്ടിട്ട് ശരി തീയും കുറച്ച് വെച്ചു. കുളിച്ചിട്ട് വരുമ്പോഴേക്കും കറി റെഡിയാവും. അപ്പോൾ ആ കുളി കഴിഞ്ഞ് വന്നു. മീൻകറിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് പുളി കിട്ടിയായതുകൊണ്ട് കുറച്ചൊക്കെ ചാറ് തണുത്ത് കഴിയുമ്പം ചാറ് ഒന്നും കൂടെ കുറവും കേട്ടോ. അപ്പം ഇത് മതി. ഓക്കെ, കറിവേപ്പിലയും കൂടെ ഒന്ന് കഴിയും.
കറി റെഡി. ക്ലീൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇനി വേസ്റ്റ് ഒന്നും കൊണ്ട് കളയണം. ആപ്പിൾ എടുത്തിട്ടുണ്ട്. മീൻ വെട്ടി വേസ്റ്റ് കൊണ്ട് കളയാം. വേസ്റ്റ് ഈ ഗ്രീൻ ലൈറ്റ് കത്തിക്കിടക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ വേസ്റ്റ് കളഞ്ഞാൽ നേരെ താഴെ. അപ്പോൾ എന്തായാലും നാളത്തേക്ക് ചോറ് വെക്കാനും കുറച്ച് ഉണക്കക്കപ്പ എന്തായാലും മത്തി വേവിച്ചല്ലേ, മത്തിക്കറി വെക്കുമ്പോൾ ഇച്ചിരി ഉണക്കക്കപ്പ ആകാമല്ലോ. അപ്പോൾ കുറച്ച് ഉണക്കക്കപ്പ വെള്ളത്തിൽ ഇടാൻ മതി. മീൻകറി വെച്ച സ്ഥിതിക്ക് കുറച്ച് കപ്പ വേവിച്ചില്ല ശരിയാവില്ല. മത്തിക്കറിയും കപ്പ വേവിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഉണക്കക്കപ്പയായിട്ടും ഫേവറേറ്റ് ആണ് ഉണക്കക്കപ്പ. ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ മെയിനായിട്ട് കൊണ്ടുവരും 2 സാധനം, ഉണക്കക്കപ്പ ഉണക്കും. കുറച്ച് കപ്പ വെള്ളത്തിലിട്ട് വെച്ചാൽ കുതിർന്നിട്ട് വേവിക്കാൻ പറ്റില്ല. കുറച്ച് കപ്പയും മത്തിക്കറി. അതിൻ്റെ തന്നെ അടപ്പുകൊണ്ട് തന്നെ അടച്ചു. ഇതാ ഇത്രയേ ഉള്ളൂ, തീരാറായി. ഞാൻ നാട്ടിൽ പോയിട്ട് എപ്പോൾ വന്നാലും കൊണ്ടുതന്നെ സാധനമാണ് ഉണക്കൊക്കെ കൊണ്ടുവരാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം കൊണ്ട് ഒരു 3-4 കിലോയൊക്കെ കൊണ്ടുവരും കേട്ടോ. ഭയങ്കര ഇഷ്ടം. അത് പത്തിലായിട്ട് അടച്ചു വെച്ചു. അപ്പോൾ അതാ മത്തിക്കറി വെച്ച സ്ഥിതിക്ക് ഒരു 2 പീസ് ബ്രെഡ് ഇരിപ്പുണ്ട്. ബ്രെഡും മത്തിക്കറിയും കൂട്ടി കഴിക്കാം. കാരണം നന്നായിട്ട് വിശപ്പുണ്ട്. ഇപ്പം 1 മണി ആയിട്ടുണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ നോക്കുമ്പോൾ 12:45 കഴിഞ്ഞ് 1 മണിയായി. രാത്രി 1 മണിക്ക് എന്താ കഴിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വിശക്കുന്നു. ഇത്രയും നേരം ഉറക്കം നിന്നു വന്നിട്ടൊന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ വാവ്, സൂപ്പർ. കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.